നിങ്ങൾക്ക് അവിടെ സാംസ്കാരിക നിലയമോ അതല്ലെങ്കിൽ എന്ത് കേന്ദ്രം, പഠന ഗവേഷണ കേന്ദ്രമോ എന്തും തുടങ്ങാം. എന്താണ് ഇദ്ദേഹത്തിന്റെയൊക്കെ ഗവേഷണം? എന്ത് സാംസ്കാരികതയാണ് ഇവർ മുന്നോട്ട് വെച്ചത്? പണ്ടൊരു MLA ഇദ്ദേഹത്തെ തോൽപ്പിച്ച് ആദ്യമായി വന്നപ്പോൾ ആ MLA ഒരു സ്ത്രീ ആയിരുന്നു. അവരുടെ ശാരീരിക പ്രത്യേകതകൾ വെച്ച് അവരെ അധിക്ഷേപിച്ച സാഹിത്യ നായകനാണ് ഇദ്ദേഹം. അതായത് റോഡിലെ കെട്ടണം നികത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം സാധാരണ മനുഷ്യരാരും ചെയ്യില്ല. ഒരു സഹോദരി അവർ കെട്ടണം നികത്തിയത് അതുമായി കണക്ട് ചെയ്തുകൊണ്ട്, അവരുടെ ശാരീരിക പ്രത്യേകതയുമായി കണക്ട് ചെയ്തുകൊണ്ട് മ്ലേച്ഛമായ പ്രസംഗം നടത്തിയ ആളാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയുടെ പേരിൽ സുപ്രീം കോടതി ശിക്ഷ ഏറ്റുവാങ്ങിയ രാജ്യത്തെ പരമോന്നത നീതിപീഠമാണ് ഇദ്ദേഹത്തെ ശിക്ഷിച്ചത്. അല്ലാതെ ആപ്പാവുപ്പ കോടതിയല്ല, സാധാരണ കോടതികളല്ല. സാധാരണ നിങ്ങൾ പറയും കൊച്ചു കോടതിയാണ്, ഞാൻ കോടതിയെ പരിഹസിച്ചതല്ല. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ വിധിയെ അവഗണിക്കുന്ന, സുപ്രീം കോടതിയുടെ രാജ്യത്തെ ഭരണഘടനയെ അവഗണിക്കുന്ന, രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ അവഗണിക്കുന്ന ഒരു സാംസ്കാരിക നിലയമാണിത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും അഴിമതിക്കാരനായ ആർ ബാലകൃഷ്ണപിള്ളയുടെ പേരിൽ സാംസ്കാരിക നിലയം നിർമ്മിക്കരുത്. പകരം നിങ്ങൾക്ക് ബോബി കൊട്ടാരക്കരയുണ്ട്, കൊട്ടാരക്കര ശ്രീധരൻ നായരുണ്ട്, ലളിതാംബിക അന്തർജനമുണ്ട് കൊട്ടത്തുകാരി, അല്ലെങ്കിൽ D ദാമോദരൻ പൊറ്റിയുണ്ട്, മുൻ സ്പീക്കറാണ്, മന്ത്രിയാണ്, അല്ലെങ്കിൽ ഇമ്പിച്ചി ബാവയുണ്ട്, ഇവിടെ ട്രാൻസ്പോർട്ട് ഓഫീസ് പണിഞ്ഞത് AR മേനോനുണ്ട്, നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ പണിഞ്ഞ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ്. അതുകൊണ്ട് നിങ്ങൾ സാംസ്കാരിക നിലയം പണിയുമ്പോൾ ഡോക്ടർ വന്ദനാദാസിന്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സാംസ്കാരിക നിലയം പണിയാം. നിങ്ങൾ വലിയ വിളക്ക് കത്തിപ്പം മെഴുകുതിരിയൊക്കെ കത്തിക്കുമല്ലോ, ഡോക്ടർ വന്ദനാദാസിന്റെ പേരിൽ നിങ്ങൾ ഒരു സാംസ്കാരിക നിലയം തുടങ്ങും. അല്ലെങ്കിൽ ബോബി കൊട്ടാരക്കരുണ്ട്, നിരവധി സാംസ്കാരിക നായകരുണ്ട്. വേണ്ട, കോട്ടാത്തല സുരേന്ദ്രൻ ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ എത്രയോ മഹാരഥന്മാരുള്ളപ്പോഴാണ് നിങ്ങളൊരു അഴിമതിക്കാരന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുന്നത്. ഇതിനെതിരെ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ഞാൻ നിയമ പോരാട്ടം നടക്കിയിട്ട് കുറെ നാളുകളായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശ്രമത്തിൽ നിന്നും CPIM-ഉം LDF-ഉം ഈ ഉദ്യമം പിൻവലിച്ചുകൊണ്ട് ഈ പരിപാടി നിർത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ ആദരണീയനായ കവി ഇഞ്ചക്കാട് ബാലേന്ദ്രനെ വളരെ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, ഏത് സാംസ്കാരിക കേന്ദ്രവും അത് മുന്നോട്ട് വയ്ക്കുന്നത് ജനതയുടെ കലാ സാംസ്കാരിക സാഹിത്യ സംഗീത വിഷയങ്ങളിലെ ഉന്നതിനാണ്. അപ്പം ശരി മനുഷ്യരെ തീരാനുള്ള അഭിവാദ്യം പ്രവർത്തിക്കുന്നതിനാവശ്യമായ അത്തരം സാംസ്കാരിക കേന്ദ്രത്തിന് എന്തുകൊണ്ടും നമുക്ക് പേര് ഞാൻ ഇവിടെ ജീവിച്ച് കൊട്ടാരക്കരയിൽ ജീവിച്ച് കളിക്കാലത്ത് സംഗീതത്തിനായി സാഹിത്യത്തിനായി കേരളത്തിന്റെ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി സഖാവ് KN ബാലഗോപാലും AITC നേതാവ് സഖാവ് ചന്ദ്രശേഖരൻ നായരും കൊട്ടാരക്കര വിലമണ്ഡലത്തിൽ സംസാരിക്കുന്നു.